ദിലീപ് അനുകൂല പരാമർശത്തിൽ മലക്കമറിയുകയാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. ഈ മണിക്കൂറിൽ ദിലീപിന് നീതി കിട്ടിയെന്നും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനം ആളുകളെ ഉപദ്രവിക്കാനുള്ള നീക്കം എന്നതുമായിരുന്നു അടൂർ പ്രകാശിന്റെ നേരത്തെയുള്ള നിലപാട്. പരാമർശം വിവാദമായതോടെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അടൂർ പ്രകാശിനെ തള്ളിപ്പറയുകയായിരുന്നു. സ്ത്രീവിരുദ്ധ സമീപനം എന്നാരോപിച്ചുകൊണ്ട് CPM നേതാക്കളും രംഗത്ത് വന്നു. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെയാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും വിവാദ പ്രസ്താവനയുണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങി നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയിൽ അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവനയാണ് വലിയ ചർച്ചയായി മാറിയത്. ദിലീപിന് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രതികരണം വിവാദമായിരുന്നു. നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ, സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇടതുപക്ഷത്തു നിന്നും BJPയിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. തീർച്ചയായും അവൾക്കൊപ്പമാണ് സർക്കാർ, അവൾക്കൊപ്പം തുടർന്നുമുണ്ടാകും. ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാകാം. ഗവൺമെന്റ് പ്രോസിക്യൂഷന് വേണ്ടി നടത്തുന്ന ഒരു കേസിൽ തിരിച്ചടി ഉണ്ടായാൽ അപ്പീലിന് പോവുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയാണ്. UDFന്റെ കൺവീനർ നടത്തിയത് ഈ പൊതുസമൂഹം അംഗീകരിക്കില്ല. ഈ കാര്യത്തിൽ സർക്കാരാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. അല്ല, ഞങ്ങൾ എല്ലായ്പ്പോഴും പീഡിപ്പിക്കപ്പെടുന്നവരോടൊപ്പമാണ്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായതോടെ നേതാക്കളോട് ഇടപെടലുണ്ടായി. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വോട്ട് ചെയ്തിറങ്ങിയ ശേഷം അടൂർ പ്രകാശിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ 5-6 പേരെ പ്രതികളായി അവരെ ശിക്ഷിക്കാൻ പോവല്ലേ. ഏതാനും ജഡ്ജ്മെന്റ് വായിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയും. ന്യായത്തിന്റെ സൈഡിലാണ് നിൽക്കേണ്ടത്. ജസ്റ്റിസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. ഈ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കട്ടെ. നമ്മൾ എന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കണം? നമ്മളുടെ കയ്യിൽ എല്ലാ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ. ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത്. ഇത് വ്യക്തിപരമായ ഓരോരുത്തർക്കും ചില ഇഷ്ടങ്ങളുണ്ടാകാം, ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകാം. പിന്നാലെ KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട് പാർട്ടിയുടെ നിലപാടല്ല അടൂർ പ്രകാശ് പറഞ്ഞത് എന്ന് KPCC അധ്യക്ഷന് വിശദീകരിക്കേണ്ടി വന്നു. അടൂർ പ്രകാശിന്റെ നിലപാട് അംഗീകരിക്കുന്നില്ല എന്നും സണ്ണി ജോസഫ്. വ്യക്തിപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോകണം. സണ്ണി ജോസഫിന് പുറമെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഇന്ദിരാഭവനിലേക്ക് എത്തി. തൊട്ടു പിന്നാലെ അടൂർ പ്രകാശും. തിരക്കിട്ട ചർച്ചകൾ. ഒടുവിൽ പ്രസ്താവന തിരുത്തി അടൂർ പ്രകാശ്. പഴിയെല്ലാം മാധ്യമങ്ങൾക്ക്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ നീതിന്യായ കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ നീതിന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം മാധ്യമങ്ങളുടെ തലയ്ക്ക് മുകളിൽ വെച്ച വിശദീകരണം നൽകി തലയൂരിയെങ്കിലും ഈ വിഷയം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് UDF കേന്ദ്രങ്ങളിലുള്ളത്. മൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് ദിവസമാണ്. 7 ജില്ലകളിലാണ്. ഇനി 7 ജില്ലകളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. 7 ജില്ലകൾ എന്ന് പറയുമ്പോൾ ഓരോയിടത്തും ഓരോ മനുഷ്യനും വോട്ട് ചെയ്യുന്ന സമയമാണ്, വോട്ട് ചെയ്ത സമയമാണ്. അതിനിടയിലാണ് ദിലീപ് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം കേരളീയ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിഷയമല്ല എങ്കിലും കേരളീയ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട, പൊതുമനസാക്ഷിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുണ്ട്, രാഹുലുമായി ബന്ധപ്പെട്ട പീഡന ബലാത്സംഗ പരാതികളുണ്ട്. ഇവയൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും, വിശ്വാസ വിഷയവും അതേസമയം രാഷ്ട്രീയ വിഷയവും ഒക്കെ ആണെങ്കിലും അതിനപ്പുറത്ത് ദിലീപ് വിഷയം അത് കേരളീയ സമൂഹത്തിനൊരു വലിയ മുറിവേൽപ്പിച്ചൊരു സംഭവമാണ്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ദിവസം UDF കൺവീനറുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് ഗൗരവമുള്ള ഒരു വിഷയമായി മാറുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് രാജീവ് ദേവരാജ് നമുക്കിപ്പം. ശ്രീ രാജീവ്, എന്തുകൊണ്ടായിരിക്കും ഇന്ന് അടൂർ പ്രകാശിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണം? അടൂർ പ്രകാശിന് എന്ത് കാര്യമാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിക്കാൻ? അല്ല, അത് അടൂർ പ്രകാശിനോട് ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. വോട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതേക്കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായിട്ടോ ഒരു തരത്തിലും ഒരു ബോധവുമില്ലാതെ പ്രതികരിച്ചതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന അദ്ദേഹത്തിന് ഒരു കാര്യം പറഞ്ഞതും. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് ആ മനസ്സിലിരുന്നത് അത് അതേപടി പുറത്തു വന്നു. അതിനകത്ത് മറ്റൊരു തരത്തിലുള്ള ചിന്തയുണ്ടായില്ല. പക്ഷേ അത് പിന്നീട് തിരുത്തി പറഞ്ഞു. ആലോചിക്കാതെ ഉള്ളിലുള്ള എന്താണോ ഉദ്ദേശിച്ചത് അത് ഉള്ളിലുള്ള അത് പുറത്തു വന്നു.
പുറത്തു വന്നു. നമ്മൾ ദീർഘകാലമായി നമ്മുടെ സമൂഹം മറ്റൊരു തരത്തിലുള്ള സമൂഹമായിരുന്നല്ലോ. അതിപ്പോൾ പറയുന്നതിൽ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കുറച്ചുകൂടെ പൊളിറ്റിക്കലി നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാലമായതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിലുള്ള പഴയ നമ്മൾ ജീവിച്ചു വന്ന പാരമ്പര്യത്തിൻ്റെ ഭാണ്ഡവും പേറും പൊളിറ്റിക്കൽ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന കാലമാണ്. ഇത് പെട്ടെന്നുണ്ടായ ചോദ്യത്തിൽ എന്താണോ മനസ്സിലുള്ള അത് യഥാർത്ഥത്തിൽ അങ്ങ് പുറത്തേക്ക് വരികയായിരുന്നു, രാഷ്ട്രീയമല്ല. അദ്ദേഹം അതിനുശേഷം പറഞ്ഞത് ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്? നടി എന്ന നിലയിൽ ആ പെൺകുട്ടിക്കൊപ്പം എന്ന് നമ്മൾ പറയുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിനകത്ത് പോലും ആത്മാർത്ഥതയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. മാധ്യമങ്ങൾ ഒരു വളച്ചൊടിക്കലും നടത്തിയിട്ടില്ല. അതിനുശേഷം പറയുന്നത് എല്ലാവർക്കും നീതി വേണം. ഈ കാര്യത്തിൽ ദിലീപിന് നീതി കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ദിലീപുമായിട്ട് വ്യക്തമായി വ്യക്തിബന്ധമുള്ള ആളാണ്. ഇതൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എന്ത് വളച്ചൊടിക്കലാണ് മാധ്യമങ്ങൾ നടത്തിയത്? എന്തിനാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢിയാക്കാൻ പറ്റും എന്ന് അടൂർ പ്രകാശ് ചിന്തിക്കുന്നത് എന്തിനാണ്? ഇതൊന്നും കണ്ട് ജനങ്ങൾ ഒരു വിഡ്ഢികളാകില്ല. മാധ്യമങ്ങൾക്ക് ഈ പഴി മാധ്യമങ്ങളുടെ തലയിൽ വെക്കേണ്ട കാര്യവുമില്ല. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? അപ്പീൽ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പീൽ കൊടുക്കില്ല, സർക്കാരിന് വേറൊരു പണിയില്ലല്ലോ എന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. ഇദ്ദേഹം ഈ സംസ്ഥാനത്ത് മന്ത്രിയായിരുന്ന ആളാണ് 2 തവണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന അദ്ദേഹം അല്ലെങ്കിൽ സർക്കാർ കേസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ കേസ് തോറ്റുപോയാൽ പിന്നീട് അപ്പീൽ പോകുന്നത് ഒരു പണിയും ഇല്ലാതിരുന്നതുകൊണ്ടാണോ കേസ് പോയിട്ടുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ അപ്പീൽ പോകുന്നത് ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണോ? വ്യക്തിപരമായി മാത്രം കാണേണ്ട കാര്യമാണ്. ആഡ് ചെയ്യുന്നത് 2 വിഷയമാണ്. ഇപ്പോൾ ഹാരിസൺ മലയാളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അന്യാധീനപ്പെട്ട തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ട് ഇത്ര മനോഹരമായി കേസുകൾ തുടർ നടപടി നടത്തിയ മറ്റു റവന്യൂ മന്ത്രി ഒരുപക്ഷെ ഉണ്ടാകില്ല. അത്ര മനോഹരമായി ചെയ്തതാണ്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ബോധത്തിന്റെ പ്രശ്നമാണോ? ഇതെന്താണ്? അല്ല, ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ബോധത്തിന്റെയും സാമൂഹ്യ ബോധത്തിന്റെയും അപ്പുറം അദ്ദേഹത്തിനെ വല്ലാണ്ട് വരിഞ്ഞു മുറുക്കിയ വ്യക്തി താല്പര്യമാണ് പുറത്തു വന്നത്. ദിലീപുമായി ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അത് മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് കൂട്ടിച്ചേർത്തതോ അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യ കൊണ്ട് കൂട്ടിച്ചേർത്തതോ എന്നല്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞ കാര്യമാണ്. എനിക്ക് ദിലീപുമായി വ്യക്തിബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം ഈ വിശദീകരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം ഈ കോൺഗ്രസ് നേതൃത്വം എല്ലാം ഇടപെട്ടതിന് ശേഷം അദ്ദേഹം ഈ കാര്യം തിരുത്തി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്തുകൊണ്ട് പറഞ്ഞു? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന് പറയാമല്ലോ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, ഞാനത് മൊത്തം കേട്ട് നോക്കി, അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അപ്പോൾ വീണ്ടും ഇത് ശരിയായ നിലപാടെടുത്ത KPCCയെ മറ്റു നേതാക്കളെ പോലും പിന്നെയും അടൂർ പ്രകാശ് ശരിക്കും പറഞ്ഞാൽ തള്ളിപ്പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വീഴ്ച, അദ്ദേഹത്തിൻ്റെ ഈ ഉള്ളിലുള്ളത് പുറത്തു വന്നത് മറച്ചു വെക്കാൻ വേണ്ടി, ആ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അടൂർ പ്രകാശ് വീണ്ടും അറിയാതെ പുറത്തു വന്നല്ല. ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഉള്ളിലുള്ള ഭാരമൊക്കെ അറിയാതെ, ഭാണ്ഡമൊക്കെ ചിലപ്പോൾ വിഴുപ്പായി പുറത്തേക്ക് വരാറുണ്ട്. അതെല്ലാ മനുഷ്യനുമൊക്കെ സംഭവിക്കും. കാലം മാറുന്നതനുസരിച്ച് ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും അതേ നിലയിൽ മോഡിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്നും വരണമെന്നില്ല. അതൊക്കെ സ്വാഭാവികം. പിന്നീട് അത് മനസ്സിലാക്കുമ്പോൾ തിരുത്തൽ വരുത്തുക എന്നതാണ്. ഇത് ബോധപൂർവം പറഞ്ഞതാണോ, ബോധപൂർവമുള്ള സ്റ്റാൻഡാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ തിരുത്തൽ വരുത്തിയപ്പോഴും വേണ്ട തരത്തിൽ തിരുത്തിയില്ല. ആ പഴയ സ്റ്റാൻഡിന്റെ മൂല പിടിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പറയാമോ? ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് അത്രത്തോളം താല്പര്യം, അത്രത്തോളം കമ്മിറ്റ്മെന്റ് അതിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ കോൺഗ്രസ് നേതൃത്വം തിരുത്തി പറഞ്ഞിട്ടും കോൺഗ്രസ് അപ്പാടെ ഈ നേരെ വിപരീതമായ നിലപാടെടുത്ത് നിൽക്കുമ്പോഴും UDF കൺവീനർ, ഇത് UDF കൺവീനർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ UDF രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും അതേ നിലപാട് പറയുകയും മാധ്യമങ്ങളുടെ തലയിൽ വെച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയും, അത് ശ്രമം മാത്രമാണ്, ജനങ്ങൾ ആരും ഇത് കണ്ട് തെറ്റിദ്ധരിക്കില്ല. അപ്പോൾ അങ്ങനെ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അത്രത്തോളം ഈ ഒരു കാര്യത്തിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് വ്യക്തമായ സൂചനയാണ്. പിന്നെ ഈ തിരുത്തി പറയാൻ ശ്രമിക്കുമ്പോൾ വേറൊരു കാര്യം, ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. ലാവ്ലിൻ കേസിലെ CBI കോടതി അല്ലെങ്കിൽ CBI കോടതിയിലെ വിചാരണ നീണ്ടുപോകുന്നതിനെ കുറിച്ച് ഇതുമായി എന്താണ് കണക്ഷൻ? എനിക്ക് ഒരു ബന്ധവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അടൂർ പ്രകാശിനെതിരെ ഒരു CBI അന്വേഷണം നടന്നിരുന്നു. ആ കേസ് CBI അന്വേഷണം എന്ന് പറഞ്ഞത് 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് LDF സർക്കാർ സോളാർ കേസ്, നിരവധി നേതാക്കൾക്കെതിരെ ഉള്ളതിനൊപ്പം ഒരു കേസ് കൂടി ഉള്ള കേസ് സ്പെസിഫിക് ആയിരുന്നു. ഓരോ ആളുകൾക്കെതിരെ അത് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. CBI അന്വേഷണം നടന്നു. അതിൽ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. അടൂർ പ്രകാശിനെതിരെയും അന്ന് ഈ ലൈംഗിക ആരോപണം അടൂർ പ്രകാശിനെതിരെയും വന്നിരുന്നു. അന്വേഷിച്ച് അടൂർ പ്രകാശിനെതിരെ തെളിവൊന്നും കണ്ടെത്തിയില്ല. ഏറ്റവും അവസാനം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഇത് ഈ കാര്യം പറയുകയാണെങ്കിൽ, CBIയുടെ കാര്യം പറയുകയാണെങ്കിൽ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവൊന്നും കാണാതെ വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതാണ്. അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട്. അതിനകത്ത് വിചാരണ അല്ലെങ്കിൽ അത് അപ്പീൽ വാദം കേട്ട് അതിങ്ങനെ നീണ്ടു പോവുക എന്നുള്ളത്. പക്ഷേ CBIയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒരു CBI കേസുമായിട്ട് ബന്ധം അടൂർ പ്രകാശനുണ്ട്. അടൂർ പ്രകാശിനെതിരെ ലൈംഗിക ആരോപണം അന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരുപക്ഷെ അതിജീവിതയ്ക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അങ്ങനെ പല വിധത്തിൽ അതിനെ നമുക്ക് പലതരത്തിൽ ഇഴകീറി കാണാവുന്നതാണ്. രാജീവ് ദേവരായ് തൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അടൂർ പ്രകാശ് എന്തിനാണ് ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനൊരു വിഷയത്തിൽ കൊണ്ടുപോയി തലവച്ചത് എന്നത് സാധാരണ നിലയിൽ നമുക്ക് ചോദിക്കാം. അത് സാധാരണ ഒരു ഗ്രാമീണമായ പ്രയോഗവും വാക്കുമാണ്. എന്തിനാ വിഷയത്തിൽ കൊണ്ട് തലവെച്ചു? പക്ഷെ തലവയ്ക്കുന്നു എന്നതിനപ്പുറത്ത് ഓരോ മനുഷ്യൻ്റെയും നിലപാട് ഓരോ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പുറത്തു വരുമല്ലോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇതാണോ നിലപാട് എന്ന കാര്യത്തിൽ എനിക്കും വലിയ അടുപ്പമുള്ള ആളാണ് വ്യക്തിപരമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണോ എന്ന വലിയ ഗൗരവതരമായ ചോദ്യം ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം നിൽക്കുകയാണ്.